ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാനായിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിരുന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഞാൻ ഗുരുവായൂർ തൊഴാൻ പോകുന്നതാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ എനിക്കൊരു മഹാഭാഗ്യം ഉണ്ടായി. അതിനെക്കുറിച്ച് പറയാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ആരും കാണുന്ന ഒരു ചാനലോ ഒന്നുമല്ല. വെറും 5 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനലാണ് നമ്മുടെ. അപ്പം ഇത് മറ്റാരും കാണാൻ വേണ്ടിയിട്ടൊരു വീഡിയോ അല്ല, ഇതൊറ്റ മനുഷ്യന് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ ചിന്തിക്കുന്നത് ഭാഗ്യമുള്ള, അതിന് യോഗ്യമായ ആൾക്കാർ അതൊരാളെ കണ്ടുള്ളെങ്കിൽ അത്രമാത്രം മതി. അത് ഒരാൾ മാത്രമാണ് കാണുന്നതെങ്കിൽ പോലും ഞാനതിനെ ഒരു കോടി ആൾക്കാർ കണ്ടതായി കരുതുന്നു. കാര്യം അത്രയും അർഹമായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തട്ടെ, അത്രമാത്രമാണ്. കാര്യം ഈ ഒരു ചാനൽ ഒരിക്കലും ഒരു സാമ്പത്തിക മുന്നോട്ട് കണ്ടിട്ടോ ഒന്നുമുള്ള ചാനലല്ല. എൻ്റെ ഭഗവാൻ തന്നിട്ടുള്ള നന്മകളെല്ലാം ഞാൻ പറയുന്നു, കേൾക്കാൻ ഭാഗ്യമുള്ളവർ കേൾക്കട്ടെ എന്ന് മാത്രമാണ് ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എപ്പം വന്നാലും നമ്മളുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയിലെ നാരായണീയം ഉണ്ടല്ലോ, അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് ഒരു ഷോപ്പുണ്ട്, നമ്മുടെ സത്സംഗത്തിൻ്റെ തന്നെയാണ്. അവിടെ നിന്നാണ് ഞാനെല്ലാം വാങ്ങിക്കൽ. എല്ലാം നല്ല സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും കേട്ടോ. എല്ലാം എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. മുമ്പ് എൻ്റെ സ്ഥലത്തുള്ള ഒരാൾക്കാരായിരുന്നു അവിടെ, അപ്പോൾ കൂടുതലും അവരെ അറിയാം. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് തരാറുണ്ട്. എല്ലാം ഭയങ്കര സ്നേഹമുള്ള അമ്മയും മക്കളും ഒക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവരെ കാണാൻ അവിടെ ചെന്നു. ഭഗവാൻ അവിടെ ചെന്നപ്പോൾ അവർ അവിടെ നിന്ന് മാറി, അത് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അവർ മാറി, അവർ ഗുരുവായൂർ സ്വന്തമായി ഒരു വീട് വാങ്ങിച്ചു. ഒരു ഹരിപ്പാടുള്ള ആൾക്കാരാണ്, പക്ഷേ ഗുരുവായൂരപ്പൻ അവർക്ക് വീട് കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷം. അവർ റെൻറ്റിന് താമസിക്കുകയായിരുന്നു. മക്കളൊക്കെ നന്നായിരിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ അത് നടത്തുന്ന ആൾക്കാർ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അവിടുന്ന് ഞാൻ എൻ്റെ ജപമാല വാങ്ങിക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവിടെ എനിക്ക് തൊഴുതുകൊണ്ടല്ലാതെ ആ കാര്യം പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു 3 വടി അടുത്തിരിപ്പുണ്ട്. ഒരു ചേച്ചി അവിടെ ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഭക്തയായിരിക്കും, അവിടെ എന്തെങ്കിലും വാങ്ങിക്കാൻ എന്തോ വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഷോപ്പിലെ ചേച്ചിയോട് എനിക്ക് റിങ് വേണമായിരുന്നു, ജപമാല വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറയുകയും വാങ്ങിക്കുകയും ചെയ്തു. അവിടെ വെച്ച് വിചാരിതമായിട്ട് അവരെ മുമ്പുണ്ടായിരുന്നവരെ അറിയാവുന്നത് കൊണ്ട് ഇവരെ പരിചയപ്പെടുകയും ഭഗവാനാണ് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് പറയണം. അത്രമാത്രം പറഞ്ഞാൽ മതി. ആ സ്ഥാപനം നടത്തുന്ന 2 ചേച്ചിമാരും ഈ ചേച്ചിയും അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എന്തോ കാലിനൊരു വയ്യാഴിക വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സപ്പോർട്ടിങ് സ്റ്റിക്ക് ചേച്ചിയുടെ അടുത്തിരിപ്പുണ്ട്. പറയാലോ, ഭഗവാൻ പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞതുപോലെ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ മാത്രമാണ് പറഞ്ഞു തന്നത്. എനിക്ക് എന്തൊക്കെയാണ്, എങ്ങനെ ഇത് പറയണം എന്നറിയത്തില്ല. നിങ്ങൾ ഓരോരുത്തരും ഗുരുവായൂരപ്പനെ കാണാൻ പോവുകയാണെങ്കിൽ ആ വടക്കേ നടയിലുള്ള ആ നാരായണീയത്തിൻ്റെ ചേർന്നിട്ടുള്ള ഷോപ്പിലും നാരായണീയം എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡുണ്ട്, അവിടെ കയറുകയും ആ സത്സംഗത്തിൻ്റെ കൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. എനിക്കവിടെ നിന്ന് ഭഗവാന്റെ പാദമൊക്കെ കിട്ടിയിട്ട് തന്നു കേട്ടോ. ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്, അന്ന് എനിക്ക് പേഴ്സിൽ വെക്കാനും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെൻ്റെ വീഡിയോ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ പോകുമ്പം വടക്കേ നടയിൽ ഷോപ്പിൽ ചെല്ലണം. അവിടെ ഈ ചേച്ചി ഉണ്ടാവും ആയിരിക്കാം, മേ ബി. അപ്പോൾ ഞാൻ ചേച്ചീൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പേര് എനിക്ക് പറയാൻ അറിയില്ല. ചേച്ചി എന്നോട് പറഞ്ഞു 18 ചുറ്റുവെക്കുന്ന കാര്യം പറഞ്ഞു. എന്നെക്കൊണ്ട് ചേച്ചി ചെയ്യിപ്പിച്ചു. എനിക്ക് നാരായണീയം കിട്ടി. എനിക്കിതാണ് ഒരു കോടി എൻ്റെ കയ്യിലോട്ട് കിട്ടിയത് ആണ് തന്നത്. ഒരു കോടിയല്ല, എത്രയോ 100 കോടി. എനിക്കിങ്ങനെയാണ് കണക്ക് പറയേണ്ടതെന്നറിയില്ല. കണക്കൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. കാക്കത്തുള്ള 1000 എന്നൊക്കെ നമ്മൾ പണ്ട് പറയില്ലേ, എന്നൊക്കെ പറഞ്ഞ പോലെ വാക്കുകൾക്കപ്പുറം ആ നാരായണീയം എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ ജപിക്കേണ്ട ഭാഗങ്ങൾ പറഞ്ഞു തന്നു, 18 ചുറ്റുവെക്കാൻ പറഞ്ഞു തന്നു.
ഒക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ഗുരുവായൂർ ഒരു ഗ്രൂപ്പുണ്ട്, അതിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ എത്തും, അതെനിക്ക് ഉറപ്പാണ്. അവരിത് ചെയ്യുക തന്നെ ചെയ്യും. എനിക്കിനിയും കുറച്ച് നാരായണീയം അവിടെ നിന്ന് വാങ്ങി ഒരുപാട് ആൾക്കാരിൽ എത്തിക്കണം എന്നുണ്ട്. ഞാൻ അടുത്ത വരവിനെ അത് ചെയ്യും. അവിടെ ഒരു എന്താ പറഞ്ഞ വൈകുണ്ഠം, നമ്മുടെ ചാനലിൻ്റെ പേര് പോലെ തന്നെ പറയാതെ വയ്യ. അതുകൊണ്ട് എൻ്റെ എൻ്റെ അപേക്ഷയാണ്, ഗുരുവായൂരപ്പൻ്റെ മക്കളെല്ലാവരും ഉറപ്പായിട്ടും ഗുരുവായൂരപ്പ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് വരണം. അവിടെ ചേച്ചി ഉണ്ടാവും, ചേച്ചിയെ കാണണം. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. എനിക്ക് അവിടെ നിന്ന് നാമപുസ്തകം തന്നു, ജപിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുന്ന് പോരാൻ തോന്നിയില്ല. ഞാൻ റൂമിൽ പോയിട്ട് പിന്നെയും ഓടി വന്നു. പിന്നെയും എനിക്ക് കാണാം. എപ്പോഴും എൻ്റെ കണ്ണിൽ അവിടവും അവരുമുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഭക്തിയോടും കൂടി നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നവർ നമ്മളുടെ വടക്കേ നടയിൽ ആ ഷോപ്പിൽ ചെല്ലണം. നാരായണീയത്തിൻ്റെ സത്സംഗത്തിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമാകണം. ഒരുപാട് നന്മ ഇപ്പം ഇടുന്നുണ്ട്. അതിന് പോകുന്നവരെല്ലാം അത് ചെയ്യണം, എല്ലാം ചെയ്യണം. നിങ്ങൾക്ക് നന്മകളേ വരൂ. നന്മ മാത്രമേ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. എല്ലാം നന്മയാണ്, എല്ലാം കൃഷ്ണമയമാണ്. ഭഗവാൻ പറഞ്ഞയച്ചിരിക്കുന്നതാണ് അവരെയൊക്കെ. ഭഗവാനെ നമ്മളോടൊന്നും നേരിട്ട് വന്ന് പറയാൻ പറ്റില്ല. പലയിടത്തും ഭഗവാൻ പല മനുഷ്യരുടെ രൂപത്തിൽ വരും. അങ്ങനെ ഭഗവാൻ മനുഷ്യരൂപത്തിൽ ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമുക്കൊരു ആപത്ത് വന്നാലും നമ്മളെ രക്ഷിക്കുന്നത് ഭഗവാൻ നേരിട്ട് ഗുരുവായൂരപ്പൻ വന്നിട്ടല്ല. ഗുരുവായൂരപ്പൻ തൻ്റെ ആൾക്കാരെ സംരക്ഷിക്കാനും കൂട്ടിച്ചേർക്കാനുമായിട്ട് പലരെയും ഇണക്കി നിർത്തിയിരിക്കും. അതെല്ലാം ഓരോ കണ്ണികൾ പോലെ ഇങ്ങനെ കൊരുത്തിടും. അങ്ങനെ പറയുമ്പോൾ ഒരനുഭവം കൂടെ പറയട്ടെ. എൻ്റെ ഗുരുവായൂരപ്പൻ ഗ്രൂപ്പിൽ എല്ലാവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ, വലിയ ഗ്രൂപ്പല്ലേ. അതിൽ ഞാൻ ഗുരുവായൂർ നിന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും അവിടെ അമ്പലത്തിൻ്റെ വാങ്ങിക്കാനുണ്ടെങ്കിൽ പ്രസാദോ എന്താ വെച്ചാൽ പറയണം എന്ന് പറഞ്ഞു. എന്നോട് അതിൽ എൻ്റെ 2 ഒരു സുഹൃത്ത് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ നിന്നും എനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി. സുഹൃത്ത് എന്നല്ല, എൻ്റെ ഈ ഭഗവാന്റെ എന്താ പറഞ്ഞ രാധികമാരെന്ന് പറയില്ലേ, നമ്മളെല്ലാം ഭഗവാന്റെ രാധികമാരാണല്ലോ. ഭഗവാന് വേണ്ടി ജീവിക്കുന്നവരാണല്ലോ. ഭഗവാൻ ദാനം തന്ന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാണല്ലോ. ഭഗവാന്റെ സൗഭാഗ്യങ്ങൾ ഇങ്ങനെ കൈനീട്ടി വാങ്ങിക്കുന്നവരാണല്ലോ. അപ്പം നാരായണീയത്തിൻ്റെ രൂപത്തിൽ എൻ്റെ കയ്യിലേക്ക് തന്ന ആ കോടി പുണ്യത്തിനെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ആ അമ്മയ്ക്കും ആ നാരായണീയം ഗ്രൂപ്പിനും അല്ലെങ്കിൽ ആ സംഘത്തിനും ആ സത്സംഗത്തിനും സ്വാമിജിക്കും എല്ലാവർക്കും എൻ്റെ ഒരു കോടി പ്രണാമം. ഞാൻ എന്നാൽ കഴിവത് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരിൽ ഞാൻ ഈ വിവരം എത്തിക്കുന്നുണ്ട്. കാരണം 18 പ്രദക്ഷിണം നമ്മളവിടെ വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ എല്ലാ പാപങ്ങളും മാറി നമ്മൾ മറ്റൊരാളായി എന്ന് തോന്നും. ഓരോ നടത്തം കഴിയുമ്പോഴും നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സുകൊണ്ട് നമ്മൾ മറ്റൊരു തലത്തിലേക്ക് എത്തുന്നു. നമ്മളെ അതിന് സഹായിച്ചുകൊണ്ട് അവരവിടെ ഉണ്ട്. ആ വടക്കേ നടയിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അവരെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടോ. എൻ്റെ വീഡിയോ ആരും കാണില്ല. എൻ്റെ ചാനൽ വളരെ എൻ്റെ ഇഷ്ടം, ഞാനും എൻ്റെ കൃഷ്ണനും എൻ്റെ വൈകുണ്ഠം, ഞാൻ അവിടെ എനിക്ക് കിട്ടിയ സന്തോഷങ്ങൾ മാത്രം പറയുന്നത്. ആരും കാണാൻ വേണ്ടിയിട്ടേ അല്ല ഞാൻ പറയുന്നത്. ഒരാളിലേക്ക് ഇതെത്തണം എന്നുമില്ല. പക്ഷെ ഞാൻ പറയുകയാണ് മക്കളെ, ആ വടക്കേ നടയിൽ കുറച്ച് അമ്മമാരിരിപ്പുണ്ട്, കണ്ണൻ്റെ രാധികമാരിരിപ്പുണ്ട്. കണ്ണൻ ഇരുത്തിയിട്ടുണ്ട് നമുക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി. നിങ്ങൾ ചെല്ലണം. അവിടെ നിന്ന് നിങ്ങൾക്ക് ജപ മാലകളുണ്ട്. അതെല്ലാം വളരെ പ്യുവറായിട്ടുള്ളതാണ്. ഞാൻ അവിടെ നിന്നാണ് കളപ്പമാണെങ്കിലും ജപമാലയാണ് വർഷങ്ങളായിട്ട് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കൽ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നാരായണീയം എന്ന പുണ്യം, ആ കോടി പുണ്യം എൻ്റെ കയ്യിൽ ലഭിച്ചു. ഞാനൊരു വലിയ കോടീശ്വരിയാണിപ്പം. അതായത് ഇപ്പം നിലവിൽ എന്താ പറയുന്നത്, ഞാൻ പറയുന്നു ഇപ്പോൾ ഉള്ളവരിലെ ഏറ്റവും വലിയ കോടീശ്വരി ഞാനാണ് എന്ന് ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറയുന്നു. കാര്യം എനിക്കത് കിട്ടിയത് ആ വടക്കേ നടയിലെ അവിടെ നിന്നാണ്. ആ നാരായണീയം എൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഈ ലോകത്തിലേക്കും വലിയ കോടീശ്വരിയായി ഞാൻ. എല്ലാം നേടി ഞാൻ. എല്ലാം എൻ്റെ കണ്ണൻ എനിക്ക് തന്നു. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തരും അങ്ങനെ നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അപേക്ഷയാണ്. എല്ലാവരും കണ്ണനെ കണ്ടതിന് ശേഷം വടക്കേ നടയിലെത്തുക, അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പറയുക, ഐശ്വര്യാലക്ഷ്മി വീഡിയോ കണ്ടിട്ടാണ് വന്നത്, അല്ല ഐശ്വര്യ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞോളൂ. ഉറപ്പായിട്ടും ചേച്ചി ഓടിയൊന്ന് ഓ മക്കളേ എന്ന് പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ സഹായങ്ങൾ ചെയ്തു തരും. നല്ല മനസ്സുള്ള
കൃഷ്ണൻ്റെ രാധികമാർ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമസ്തേ.